ഹലോ നൻപൻസ്, എന്നായിക്കൊണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മുടെ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ വളരെ വൈകിയായിരിക്കും ബോധോദയം ഉണ്ടാകുക. അങ്ങനെ വളരെ വൈകി ബോധോദയം വന്നൊരു വ്യക്തിയാണ് ഞാൻ. ബോധോദയം നേരത്തെ മനസ്സിലിങ്ങനെ വന്ന് കിടപ്പുണ്ടായിരുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് വർഷങ്ങളെടുക്കേണ്ടി വന്നു. അപ്പം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിന്തിക്കുക, ഈ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ എന്തെടുക്കുമായിരുന്നു, എന്ത് നേടി എന്നുള്ളത്. ഇന്നത്തെ കാലത്ത് നമ്മൾ നല്ല പിള്ള ചമഞ്ഞിട്ടോ നല്ല കുട്ടിക്കുള്ള ദേശീയ അവാർഡ് കിട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. നമ്മൾ പൈസ ഉണ്ടാക്കണം. നമ്മൾ പണം ഉണ്ടെങ്കിൽ നല്ലൊരു ജോലിയും പണവും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ പറ്റും, നമ്മുടെ ആരോഗ്യം നോക്കാൻ പറ്റും, നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും, നമുക്ക് ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ കുടുംബത്തെ നോക്കാൻ പറ്റും. എല്ലാം പണത്തിനെ ആശ്രയിച്ചാണ് ഇന്നത്തെ സൊസൈറ്റി മുന്നോട്ട് പോകുന്നത്. ആരും നമ്മുടെ സ്വഭാവത്തെക്കുറിച്ചോ സ്വഭാവ സർട്ടിഫിക്കറ്റിനെ കുറിച്ചോ ഒന്നും ബോധമില്ല. പണമുള്ളവന് ജീവിക്കാം, അല്ലാത്തവൻ അതുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിലായിരിക്കും. അപ്പോൾ ഈ നല്ല പഠിത്തമൊക്കെ ഉണ്ടായിട്ട് നാട്ടിൽ തന്നെ ചെറുകിട തരികിട പരിപാടിയൊക്കെ ആയിട്ട് ചെറിയ സാലറിക്ക് നിൽക്കുന്ന ആൾക്കാരോടും പിന്നെ എന്നോടും ഒരു സെൽഫ് മോട്ടിവേഷൻ എന്ന രീതിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇതൊന്നും അല്ല നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നത്. അതൊക്കും മേലെ സാധിക്കും. ഇനിയും വർഷങ്ങളുണ്ട്, ഇനിയും നമുക്ക് നേടാൻ ഒത്തിരിയുണ്ട്. ഇതൊന്നുമല്ല, നമ്മൾ ആ ചെറിയ കുളത്തിൽ നിന്നപ്പോഴായിരുന്നു നമുക്കതൊരു വലിയ സാഗരമായിട്ട് തോന്നിയത്. പക്ഷേ ആ ബുദ്ധിശൂന്യതയ്ക്കപ്പുറം വലിയൊരു കടൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. നമ്മളിങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെൽഫ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമുക്കൊരു എനർജി കൂടുതൽ അച്ചീവ് ചെയ്യാനും കൂടുതൽ വേറെ ഉയർന്ന ജോലി സാധ്യതകളെക്കുറിച്ച് അന്വേഷിക്കാനും മനസ്സിലാക്കാനും അപ്ലൈ ചെയ്യാനും കണ്ടുപിടിക്കാനൊക്കെയുള്ള ഒരു എനർജി നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും അടിച്ചു കയറുക. ഫ്ലൈ ഹൈ ഹബീബി, മസ്സലാമ.